അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മയെ അറിയാം എന്നേശുവോടൊപ്പം, യേശുവെ അറിയാം എന്നമ്മയോടൊപ്പം. അമ്മേ എന്നെ നിൻ മകനോടു ചേർക്കണേ, എന്നും നിന്നോമൽ പ്രിയനായി മാറ്റണേ. ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ, ഇനി എന്നും എന്നുള്ളിൽ പുതു സ്നേഹമാകണേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അമ്മേ മരിയേ എൻ കണ്ണിനൊളിയേ, എന്നുള്ളിൽ തണുവേ എൻ പുണ്യം നീയേ. അങ്ങനത്തെ മക്കൾ വേണം പ്രിയപ്പെട്ടവരെ. അങ്ങനത്തെ മക്കളെ ഫോം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനത്തെ മക്കളെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഇത് കഴിഞ്ഞ പിന്നെ നിങ്ങൾ എന്താ ചെയ്യാൻ? 75, 80, 85, 90 വയസ്സിൽ നിങ്ങൾക്ക് കാഞ്ഞുപോയി. ഈ കാഞ്ഞു പോയി കഴിഞ്ഞിട്ട് പിന്നെ മക്കൾ പണം ഉണ്ടാക്കുന്നു, വലിയ വീടുണ്ടാക്കി വെച്ചിരിക്കുന്നു. ആർക്കാണത്? എന്ത് ആവശ്യമുണ്ട് ഇതുകൊണ്ടൊക്കെ? നിങ്ങളാണെങ്കിൽ ഇഷ്ടംപോലെ പ്രോപ്പർട്ടി മേടിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ആർക്ക് വേണ്ടി? വരാനിരിക്കുന്ന മക്കൾക്ക് വേണ്ടി, പിന്നത്തെ തലമുറയ്ക്ക് വേണ്ടിയിട്ട്. എന്തിനാണ് ടാറ്റ ബിർലയൊക്കെ ആവണത്? സന്തോഷത്തോടെ ജീവിക്കുക, സമാധാനത്തിൽ ജീവിക്കുക, കുറച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് ജീവിച്ചാൽ പോരെ? ഓക്കെ, ഒരു കാറ് ഉണ്ടാവട്ടെ, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവണം, അതൊക്കെ ഉണ്ടാക്ക്. പക്ഷെ അതിലപ്പുറം ഒന്നുമില്ലെങ്കിലും വലിയ വലിയ മനോഹരങ്ങളായിട്ട് സൗധങ്ങൾ വിളിച്ചു വയ്ക്കുമ്പോൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും ബിവെയർ ഓഫ് ഡോഗ്സ്. അവിടെ ഉള്ളവരൊക്കെ ഡോഗ്സുകളായിരിക്കും. പരസ്പരം മിണ്ടാത്തവർ, പരസ്പരം ബന്ധമില്ലാത്തവർ. നിങ്ങൾ നോക്കിയോ? എനിക്കറിയാം ചില വീടുകൾ ഭാര്യയും ഭർത്താവും മിണ്ടാത്ത വീടുകൾ. എത്ര വീടുകളുണ്ട്? ഞങ്ങളവിടെ ഒരു വീടുണ്ടായിരുന്നു, 15-16 കൊല്ലം ഭാര്യയും ഭർത്താവും മിണ്ടിയിട്ടില്ല. മരിക്കാൻ നേരത്ത് പോലും മിണ്ടിയില്ല. പിന്നെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു മോളുണ്ട്, പൗളി. അമ്മയോട് കുറെ കഞ്ഞിയെടുത്ത് വയ്ക്കാൻ. പിന്നെ ഈ ഭർത്താവിന് എന്തെങ്കിലും ഭാര്യയോട് പറയാനുണ്ടെങ്കിൽ, പൗളി അല്ലെങ്കിൽ ആറ്റടി തോമസേ, അമ്മയോട് പറ എന്തെങ്കിലും എടുത്തു വയ്ക്കാൻ. അപ്പനോട് എങ്ങനെ സംസാരിക്കണത്? എടാ, അപ്പനോട് പറ ചന്തയിൽ പോകുമ്പോൾ കുറച്ച് മല്ലിയും മുളകും വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന്. അങ്ങനെയാണ് പറയണത്. അതാണ് കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം അങ്ങനെ നടത്തുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം വർദ്ധിപ്പിക്കുക. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ 5-ലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ മെയ് മാസത്തിൽ മാതാവിൻ്റെ വണക്കമാസം ഉണ്ടല്ലോ. ഇപ്പൊ എത്ര ആൾ വായിക്കുന്നുണ്ടെന്ന് അറിയില്ല. നിങ്ങൾ വായിക്കുന്നുണ്ടോ? മാതാവിൻ്റെ വണക്കമാസം മെയ് മാസത്തിൽ. മാർച്ച് മാസത്തിൽ യൗസേപ്പിനാളുടെ വണക്കമാസം. ഈ 2 വണക്കമാസം ഞങ്ങൾ ഒരിക്കലും മുടക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത 3-4 വീടുകളുണ്ട്. ആ 4 വീടുകളിലും വായിക്കാൻ പറ്റിയ മക്കളൊന്നും ഉണ്ടായിരുന്നിട്ടില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ 5 മണി തുടങ്ങി 7-7:30 വരെ എല്ലാ വീടുകളിലും പോയിട്ട് വണക്കമാസം വായിച്ചു കൊടുക്കുമായിരുന്നു. ഞാൻ ഇന്നിങ്ങനെയൊക്കെ ആയെങ്കിൽ അതിൻ്റെ മുഖ്യ കാരണം ഈ അമ്മയോടുള്ള എൻ്റെ വണക്കമാണ്. ചെറുപ്പം മുതലേ പരിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം, പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹം ഇതെപ്പോഴും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ വാക്യങ്ങൾ 45 വരെ. അവിടെ എന്താണ്? ഓ എലിസബത്ത് അമ്മയുടെ അടുക്കലേക്ക് പരിശുദ്ധ അമ്മ മംഗളവാർത്തയ്ക്ക് ശേഷം പോകുന്നു. നിങ്ങൾ അത് ശരിക്കൊന്ന് വായിച്ചു നോക്കണം. പലപ്പോഴും അച്ഛന്മാരും കന്യാസ്ത്രീകളൊക്കെ അതിനെക്കുറിച്ച് പ്രസംഗിക്കുന്നെന്നറിയാമോ? പരിശുദ്ധ അമ്മയുടെ സേവന മനോഭാവം കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സേവന മനോഭാവം ഉണ്ട് അവിടെ, അതാരും തള്ളിക്കളയുന്നില്ല.
പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ നടക്കുന്ന പ്രക്രിയ നമ്മൾ പഠിക്കണം. എന്താണത്? മറിയം ആ ഭവനത്തിലേക്ക് കയറി ചെന്നപ്പോൾ എലിസബത്തിന്റെ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞ് കുതിച്ചു ചാടി. പിന്നെന്താ സംഭവിക്കുന്നത്? എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ പൂരിതയായി എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ പരിശുദ്ധ അമ്മ ആ പരിശുദ്ധാത്മാവിനെ ആ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനും അമ്മയ്ക്കുമായി പങ്കുവെച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ആത്മാവിൽ പ്രചോദിപ്പിക്കപ്പെട്ട് ആത്മാവിൽ നിറഞ്ഞ് നിങ്ങളുടെ കൂടെയുള്ളവർക്ക് ആത്മാവിനെ നൽകുന്നവരായിത്തീരുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ആത്മാവിൽ നിറഞ്ഞവരായിരിക്കാനായിട്ടാണ് നമ്മൾ എപ്പോഴും പരിശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി ഏതാനും ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഞാൻ പറയാം. അനുഗ്രഹമാകുന്നത് എങ്ങനെയാണ്? അനുഗ്രഹമാകാനുള്ള ഒരു വഴി വചനത്താൽ നിറയുക, ദൈവവചനത്താൽ നിറയുക. പരിശുദ്ധ അമ്മയെ പോലെ തന്നെ ദൈവവചനം കൊണ്ട് നിറയുക. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം നിങ്ങളെടുത്ത് വായിക്കണം. അവിടെ ദൈവം എസെക്കിയേൽ പ്രവാചകനോട് പറയാണ്, ആ ചുരുളെടുത്ത് ഭക്ഷിക്കുക. ആ ചുരുളെടുത്ത് ഭക്ഷിച്ചു. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചേ? അദ്ദേഹത്തിന്റെ വായി മധുരിച്ചു എന്നാ പറയുന്നത്. വചനം ഭക്ഷിച്ച് വായ മധുരിക്കുകയാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, വചനം വായിച്ച് 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 കേട്ട് 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 വചനത്താൽ അഭിഷേകം സ്വീകരിക്കണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, അവിടെയും പറയുന്നത്, പ്രവാചകനോട് പറയുന്നു വചനം ഭക്ഷിക്കാൻ. ഇപ്പൊ വചനം വായിക്കുന്നവരല്ല നമ്മൾ, വചനം ഭക്ഷിക്കുന്നവരാണ്. വചനം ഭക്ഷിച്ച് അത് മറ്റുള്ളവർക്ക് നൽകണം. പ്രത്യേകിച്ച് കുടുംബത്തില് മക്കൾക്ക് നൽകുക, ഭാര്യയ്ക്ക് നൽകുക, ഭർത്താവിന് നൽകുക, അയൽക്കാർക്ക് നൽകുക. എവിടെയായാലും അത് കൊടുക്കാനായിട്ട് സാധിക്കുക. രണ്ടാമതായിട്ട് പരിശുദ്ധ അമ്മയെ പോലെ തന്നെ പരിശുദ്ധാത്മാവിൽ അഭിഷേകം സ്വീകരിക്കുക. ആത്മാവിൽ അഭിഷേകം സ്വീകരിക്കാത്തോടത്തോളം കാലം നമ്മൾ പേടിയും നമ്മൾ ശങ്കയും സംശയമൊക്കെ ആയിട്ട് നടക്കും. പെന്തക്കോസ്ത് ദിവസം എന്താ നടന്നത്? ശിഷ്യന്മാര് പേടിച്ചിരിക്കുകയായിരുന്നു. അവിടേക്കാണ് പരിശുദ്ധാത്മാവ് വരുന്നത്. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന 3000-ത്തിലധികം ആളുകളോടായിട്ട് വളരെ ധീരമായിട്ട് പത്രോസ് പറയുകയാണ്, പ്രസംഗിച്ചില്ലേ? അത്രയും ആളുകൾ, 3000-ത്തിലധികം ആളുകൾ മാനസാന്തരപ്പെട്ട് ക്രിസ്ത്യാനികളായി, ക്രിസ്തുവിന്റെ അനുയായികളായി. അത് വലിയ കാര്യമാണ്. നമ്മൾ വിചാരിച്ചാൽ നടക്കും. നമ്മുടെ കോഴിക്കോട് ടൗണില് ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല, ഞാൻ പേരൊന്നും പറയുന്നില്ല. അദ്ദേഹം പലപ്പോഴും എൻ്റെ അടുത്ത് വരാറുണ്ട്. അദ്ദേഹത്തിന്റെ പണി എന്തെന്നറിയാമോ? ആദ്യമൊക്കെ അദ്ദേഹം ചെയ്തത് ഒരു ഓട്ടോറിക്ഷയിൽ ഒരു ചെറിയ മൈക്ക് വെച്ച് കെട്ടിക്കൊണ്ട് കവലകളിൽ പോയി സുവിശേഷം പ്രസംഗിക്കും. ഇപ്പൊ അദ്ദേഹം കാറിൽ പോകുന്നു. അദ്ദേഹത്തിന്റെ കൂടെ വേറെ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മകള് MBBS നമ്മുടെ ചേവായൂർ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ മകള് ഒരു ദിവസം അപ്പനോട് പറയാണ്, എൻ്റെ അപ്പച്ചൻ എവിടെയെങ്കിലുമൊക്കെ പോയി പ്രസംഗിച്ചോ, ആ ചേവായൂര് മെഡിക്കൽ കോളേജിന്റെ അവിടെ വന്ന് പ്രസംഗിക്കരുത്, നാണക്കട എനിക്ക്, ഒരിക്കലും പ്രസംഗിക്കരുത് അപ്പച്ച, വരരുതെന്ന് പറഞ്ഞുകൊണ്ട് അവള് കരഞ്ഞ അപ്പനോട് പറയുകയാണ്. അദ്ദേഹം എന്നോട് വേറൊരു ദിവസം പറയായിരുന്നു, ഇന്ന് അവള് എൻ്റെ കൂടെ വന്ന് കവലകളിൽ പ്രസംഗം പറയും, യേശുവിനെ പറ്റി പ്രസംഗിക്കും എന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പറയും ഇവിടെ പ്രസംഗിക്കാൻ അവസരമില്ല.
ഇവിടെ പ്രസംഗിക്കാൻ ചിലരൊന്നും സമ്മതിക്കുന്നില്ല എന്നൊക്കെ. ആരാ സമ്മതിക്കാത്തത്? ദൈവത്തിന്റെ വചനം നിങ്ങൾ എവിടെ പോയാലും ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. മനസ്സുണ്ടായാലും മതി. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുന്നു പറഞ്ഞു കേട്ടിട്ടില്ലേ? മനസ്സ് വേണം. മനസ്സുണ്ടെങ്കിൽ അപമാനങ്ങളൊന്നും വലിയ കാര്യമായിട്ട് കണക്കാക്കില്ല. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മൾ അൽമായര്, വൈദികര്, സന്യസ്തരൊക്കെ പുറത്തേക്ക് പോയി വചനം പ്രസംഗിക്കേണ്ട കാലമാണ്. ആ വചനത്തിന്റെ ശക്തിയിൽ ആളുകൾ മാനസാന്തരപ്പെടും. അത് നമ്മൾ ചെയ്യാത്തോടത്തോളം കാലം വചനം ആരിലേക്കും പോവില്ല. ഇവിടെ നിങ്ങളോട് ഞാൻ പറയാം, 3 കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് സീൽ ഫോർ മിഷൻ, പ്രേഷിത തീക്ഷ്ണത. വിശുദ്ധ പൗലോസിനെ പോലെ പ്രേഷിത തീക്ഷ്ണതയുള്ളവരായിരിക്കണം. ഞാൻ പ്രസംഗിച്ചില്ലെങ്കിൽ എനിക്ക് ശാപം എന്ന് പറയുന്ന പൗലോസുമാർ നമുക്കുണ്ടാകണം. രണ്ടാമതായിട്ട് പ്രേഷിത മാതൃക. എന്റെ ജീവിതം മാതൃകയാവുന്നു, അത് പ്രേഷിത മാതൃകയാണ്. വിശുദ്ധ പൗലോസ് അങ്ങനെയായിരുന്നു. മൂന്നാമത്തേത് പ്രേഷിത സഹനം. മിഷന് വേണ്ടി, പ്രേഷിത പ്രവർത്തനത്തിന് വേണ്ടി സഹിക്കാൻ തയ്യാറാകണം. അതിന് നിങ്ങൾ വായിച്ചു നോക്കിയപ്പോ 2 Corinthians chapter 11:24 onwards, കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 11-ാം അധ്യായം 24 മുതൽ വാക്യങ്ങൾ നിങ്ങൾ വീട്ടിൽ പോയിട്ട് അതൊന്ന് വായിച്ചു നോക്കണം. ആ വിശുദ്ധ പൗലോസ് സഹിച്ച സഹനങ്ങൾ, അദ്ദേഹത്തെ ജയിലിലടച്ചു, അടിയും ഇടിയുമേറ്റു, ഭക്ഷണമില്ലാതെ എത്ര ദിവസങ്ങൾ കിടന്നു, ഇതൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. അതാണ് പ്രേക്ഷിത സഹനം. അങ്ങനെയാണ് ഇന്ന് ഞാനും നിങ്ങളും ക്രിസ്ത്യാനികളായി തീർന്നത്. അതുകൊണ്ടാണ് പൗലോസിനെ പോലുള്ളവർ ത്യാഗപൂർവം പ്രസംഗിച്ചു നടന്നതുകൊണ്ട്. അപ്പോൾ പ്രേക്ഷിത മോഡലിനെ കുറിച്ച് മാത്രം 1-2 ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്രസംഗിക്കാൻ പോകുക എന്നുള്ളത്. മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ഗ്രാമം മുഴുവനും ഹിന്ദുക്കളും മുസ്ലിമുകളുമാണ്. ആ ഗ്രാമത്തിലേക്ക് ഒരു കത്തോലിക്ക കുടുംബം കുടിയേറുകയാണ് ജീവിക്കാൻ വേണ്ടി. അവരുടെ സമ്പാദ്യം 3 പശുക്കളാണ്, 4 മക്കളുണ്ട്. ആ ഗ്രാമത്തിൽ അവർ ജീവിതം ആരംഭിച്ചു. സൗമ്യമായ പെരുമാറ്റം, നല്ല ലാളിത്യമുള്ള ജീവിതം, സൽസ്വഭാവികളായിട്ടുള്ള മക്കൾ, മാതാപിതാക്കളാണെങ്കിൽ ഉത്തമ മാതൃകകൾ. ആ ഗ്രാമത്തിൽ എല്ലാവർക്കും ഇവരെ വളരെ ഇഷ്ടമായിരുന്നു. ഇവരെങ്ങനെ ജീവിച്ചത്? ഈ 3 പശുക്കളെ കറന്ന് പാല് കൊണ്ടുപോയി മക്കളെല്ലാം അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്ത് അങ്ങനെ അവർ ജീവിച്ചു പോവുകയാണ്. ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ഗ്രാമത്തിലെ ഒരു പ്രമുഖമായ കുടുംബം ഈ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കണം, നിങ്ങൾ വിശ്വസിക്കുന്ന മതത്തിൽ ഞങ്ങൾക്ക് ചേരണം. അതിന് അവർ പറഞ്ഞ കാര്യം, ഒന്നാമത്തെ കാരണം മാതാപിതാക്കളായ നിങ്ങളുടെ നന്മയുടെ ജീവിതമാണ്. രണ്ടാമത്തെ കാരണം 4 മക്കൾ നിങ്ങൾക്കുണ്ട്, എത്ര നല്ല സ്വഭാവമാണ് അവർക്കുള്ളത്. മൂന്നാമത്തെ കാരണം 2 വർഷമായി നിങ്ങളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ പാല് വാങ്ങുന്നു, ഒരിക്കൽ പോലും അതിലൊരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ശുദ്ധമായ പാല് ഈ 2 വർഷവും നിങ്ങൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലവരാണ്, ഞങ്ങൾക്കും അതുപോലെ നല്ലവരാകണം. നിങ്ങളുടെ ദൈവത്തിൽ ഞങ്ങൾക്ക് വിശ്വസിക്കണം. അതാണ് പ്രിയപ്പെട്ടവരെ സുവിശേഷവൽക്കരണം എന്ന് പറയുന്നത്. ജീവിതം മാതൃകയാകണം. ഇന്ന് കേട്ടില്ലേ, ചിലപ്പോഴൊക്കെ ചില സ്ഥലത്തുനിന്ന് വരുന്ന ന്യൂസുകളൊക്കെ കേട്ടാൽ ഛർദ്ദിക്കാൻ തോന്നും.
ക്രിസ്ത്യാനികളാ ഛർദിക്കുന്ന ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. പിന്നെ ആരാ ക്രിസ്ത്യാനിയാവുക? ആരോടെങ്കിലും ക്രിസ്ത്യാനി ആകണമെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വിശ്വസിക്കണമെന്ന് പറഞ്ഞ ഉടനെ അവർ ചോദിക്കും, അങ്ങനെയൊക്കെ ആവാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ജീവിത മാതൃക, ജീവിതം മിഷൻ ആകണം. അതിന് മാർപ്പാപ്പ പറയുന്ന ഒരു വാചകമുണ്ട്, ക്രിസ്ത്യാനിറ്റി ഗ്രോസ് ബൈ അട്രാക്ഷൻ. ക്രിസ്ത്യാനിറ്റി ഗ്രോസ് ബൈ അട്രാക്ഷൻ. ആകർഷണത്തിലൂടെയാണ് ക്രിസ്തു മതം വളരുന്നതെന്ന്. എന്ന് പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ജീവിതം ആകർഷകമായി തീരുമ്പോൾ ക്രിസ്തു മതം വളരും. അതാണ് ഏറ്റവും വലിയ മിഷൻ, ഏറ്റവും വലിയ സുവിശേഷവൽക്കരണം എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യമായിട്ട് നമ്മൾ പരിശുദ്ധ അമ്മയെ പോലെ തന്നെ അയക്കപ്പെട്ടവരാണെന്നുള്ള വിചാരം വേണം. യു ആർ ബീയിങ് സെന്റ്. പരിശുദ്ധമ്മ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞപ്പോൾ അയൻകാര്യം എന്ന് പറയുന്ന കുന്നും പ്രദേശത്തേക്ക് പോയത് താൻ അയക്കപ്പെട്ടവളാണെന്നുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ്. ഇതുപോലെ തന്നെ നമ്മൾ മാമോദിസ സ്വീകരിച്ച് അയക്കപ്പെട്ടവരാണെന്നുള്ള അവബോധം നമുക്ക് വേണം. ഞാൻ എവിടെ ആയിരിക്കുന്നു അവിടെയൊക്കെ അയക്കപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവർ, നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഒരു കൽപ്പനയിലൂടെയാണ്. ദൈവം അബ്രാഹത്തെ വിളിച്ചു, നിന്റെ ദേശത്തെയും നിന്റെ പിതാക്കന്മാരെയും നിന്റെ ബന്ധുമിത്രാദികളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് പോകുക. ഗോ. അത് കമാൻഡാണ്, കൽപ്പനയാണ്. ആ കൽപ്പന പ്രകാരമാണ് അബ്രാഹം തന്റെ തീർത്ഥാടനം ആരംഭിക്കുന്നത്. അങ്ങനെയാണ് അബ്രാഹം വിശ്വാസത്തിന്റെ പിതാവായി തീർന്നത്. രണ്ടാമത്തേത്, ക്രിസ്ത്യാനിയുടെ ചരിത്രം എവിടെയാണ് ആരംഭിക്കുന്നത്? നമ്മുടെ ചരിത്രം ആദ്യം ആരംഭിക്കുന്നത് ഗോ എന്നുള്ള കമാൻഡിലാണ്, കൽപ്പനയിലാണ്. മത്തായി സുവിശേഷം 28-ാം അധ്യായം, നിങ്ങൾ ലോകമെങ്ങും പോയി സർവ്വ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ, ഞാൻ പഠിപ്പിച്ചതെല്ലാം അവരെ പഠിപ്പിക്കുവിൻ, ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഐ വിൽ ബി വിത്ത് യു ടിൽ ദി എൻഡ് ഓഫ് ദി ഏജസ്. അതാണ്. അപ്പൊ നമ്മളും അയക്കപ്പെട്ടവരാണ്. ക്രിസ്തീയ ചരിത്രം ആരംഭിക്കുന്ന അയക്കപ്പെടുന്നതിലൂടെയാണ്, ഗോ എന്നുള്ള കൽപ്പനയോടെ. നമ്മുടെ ചരിത്രമോ, നമ്മുടെ ചരിത്രം ആരംഭിക്കുന്ന മാമോദിസായിലൂടെയാണ്. മാമോദിസ സ്വീകരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നത് ഗോ, നീ അയക്കപ്പെട്ടവനാണ്, നിങ്ങളെല്ലാവരും അയക്കപ്പെട്ടവരാണ്. യു ആർ ബീയിങ് സെന്റ്. ചരിത്രത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും വലിയ അയക്കപ്പെട്ടവൻ, ഏറ്റവും വലിയ പ്രേഷിതൻ, ഏറ്റവും വലിയ മിഷനറി ആരാണ് നിങ്ങൾക്കറിയാമോ? യേശു ക്രിസ്തുവാണ്. പിതാവിനാൽ അയക്കപ്പെട്ട യേശു ക്രിസ്തു, ദൈവത്തിന്റെ സ്നേഹം മനുഷ്യരെ പഠിപ്പിക്കുന്നതിന് വേണ്ടി അയക്കപ്പെട്ട രക്ഷകൻ. ഇനി അയക്കപ്പെടുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വാട്ട് ഈസ് അവർ മിഷൻ? ആത്മാക്കളുടെ രക്ഷയാണ്. സൽവേഷൻ ഓഫ് സോൾസ്. ആത്മാക്കളുടെ രക്ഷയാണ്. എനിക്ക് തോന്നുന്നു വൈദികര്, സന്യസ്തര്, അൽമായരൊക്കെ പല കാര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഫ്രാൻസിസ് സേവിയർ പാരീസ് യൂണിവേഴ്സിറ്റി വിട്ട് ഗോവയിലും തീരപ്രദേശങ്ങളിലേക്ക് ഓടി നടന്നു. അദ്ദേഹം എന്താ പറഞ്ഞത്?
എനിക്ക് ആത്മാക്കളെ തരിക, മറ്റുള്ള നിങ്ങൾ എടുത്തുകൊള്ളൂ എന്ന് ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഓടി നടന്ന ഒരു മിഷനറി ആയിരുന്നു ഫ്രാൻസിസ് സേവിയർ. കൊച്ചു ത്രേസ്യ പുണ്യവാളത്തിയോ ആവൃത്തിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് കോൺവെന്റിന്റെ മതിലുകൾക്കുള്ളിൽ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനേകായിരങ്ങളെ മാനസാന്തരത്തേക്ക് നയിച്ച വലിയ വിശുദ്ധയാണ് നമ്മുടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ. നമുക്ക് മിഷനറി ആകാൻ പറ്റില്ലേ? ഒന്നുകിൽ പോയി പ്രസംഗിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക. ഏത് പാപിയെയും മാനസാന്തരപ്പെടുത്താൻ കഴിയുന്ന ഏറ്റവും വലിയ ആയുധം വാളാണ് പ്രാർത്ഥന. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കും, ഹൃദയത്തിന്റെ മരുന്നുമാണത്. ഇപ്പൊ കൊച്ചു ത്രേസ്യ പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾക്കും പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷിതരാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ കൺവെൻഷനിൽ സംബന്ധിക്കാൻ നിങ്ങൾ ഓരോരുത്തരും പ്രേക്ഷിതരായി തീരണം. വചനത്താൽ അഭിഷേകം സ്വീകരിച്ച്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം സ്വീകരിച്ച് പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇറങ്ങാൻ ഇതാ സമയം സമാഗതമായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. പശ്ചാത്തപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കണമെന്ന് ഗലീലി കടൽ തീരത്തുകൂടെ പറഞ്ഞുപോയ യേശുക്രിസ്തുവിന്റെ സുവിശേഷം പ്രസംഗിക്കാൻ, മക്കളോട് പറയാൻ, ഭർത്താവിനോട് പറയാൻ, ഭാര്യയോട് പറയാൻ, അയൽക്കാരോട് പറയാൻ സമയമായിരിക്കുന്നു പ്രിയപ്പെട്ടവരെ. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടെ ഒരുമിച്ച് വരേണ്ടത്. വെറുതെ ധ്യാനത്തിൽ ഈ ചെവി കൂടെ കേട്ട് ഈ ചെവിയോടെ എല്ലാം കടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കാര്യമുണ്ട്? എന്തിനാ നമ്മൾ ധ്യാനിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കുക. എന്തിനാ ഞങ്ങൾ ധ്യാനിക്കുന്നത് എന്ന് ചോദിക്കുക. അപ്പൊ ഈ ധ്യാനിക്കുമ്പോൾ അതിന് ഒരു ഊർജം കിട്ടണം നമുക്ക്. ഐ വിൽ ബി എ മിഷനറി എന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ മാർഗമൊന്നുമില്ല, പ്രാർത്ഥിക്കും ഞാൻ. ജപമാല ഇന്നും ധാരാളം ജപമാല ചൊല്ലുന്ന അമ്മമാരുണ്ട്, വീട്ടിൽ നിന്ന് ചെല്ലും. അതൊക്കെ കാഴ്ചവെക്കാം മിഷന് വേണ്ടിയിട്ട്, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്. അതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞെന്താണ്? എനിക്ക് ദാഹിക്കുന്നു. എന്തിനു ദാഹിച്ചു? വെള്ളത്തിന് വേണ്ടിയിട്ടല്ല, ചൊറുക്കയ്ക്ക് വേണ്ടിയിട്ടല്ല, മറിച്ച് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരാ, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചവരാണ് യേശു ക്രിസ്തു. മദർ തെരേസ അതുപോലെ തന്നെയായിരുന്നു, ആത്മാക്കൾക്ക് വേണ്ടി ദാഹിച്ചവളാണ്. സകല വിശുദ്ധരും അങ്ങനെയാണ്, അവരൊക്കെ നമുക്ക് മാതൃകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ധ്യാനം അവസാനിക്കുമ്പോൾ നിങ്ങൾ ഇതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ ഐ ആം എ മിഷനറി എന്ന് പറയാൻ പറ്റണം. ഞാനൊരു പ്രേക്ഷിതയാണ്, ഞാനൊരു പ്രേക്ഷിതനാണ്. ചിലർക്ക് വേണ്ടി മാത്രം പറഞ്ഞിട്ടുള്ളതല്ല, എല്ലാവർക്കും. മാമോദീസായിലൂടെ നമ്മളെല്ലാവരും അയക്കപ്പെട്ടവരാണ്. അയക്കപ്പെടുന്നത് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ്.